ഇറാനും ഇവരും തമ്മിലൊക്കെ യുദ്ധം കഴിഞ്ഞില്ലേ. അപ്പോൾ ഞാൻ കുറേ ഇത് കേട്ടിട്ടുണ്ട്. പണ്ട് പ്രവാചകൻ പറഞ്ഞു ഇനിയൊരു കാലത്തൊരു വലിയ യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിലൊക്കെ ഉപയോഗിക്കുക ഇപ്പോഴത്തെ കാലത്ത് മിസൈൽ സാധനങ്ങളല്ല, വാളുകൾ കൊണ്ടൊക്കെയാണ് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ വാളുകൾ നന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കാലത്ത് യുദ്ധത്തിൽ വെട്ടുകൊണ്ട് മരിക്കണമെന്നില്ല. ഇതൊക്കെ നേരത്തെ ഇട്ടിട്ട് പോയിസം കയറിട്ടുണ്ട് വലിയ ഇതൊക്കെ തുരുമ്പിടിച്ചിട്ട് ഇപ്പോൾ തുരുമ്പെന്നുള്ളത് ഇതിൻ്റെ പൊരി നോക്ക്. എത്ര കാലം വഴക്കണ്ടോ. ഇത് എവിടെ നിന്ന് കിട്ടിയതാടാ? ആ യുദ്ധഭൂമിയിൽ നിന്ന് വേറെ ഇടുന്ന് മാർക്കറ്റ് നിട്ടത്. പഴയ കാലത്ത് യുദ്ധം ചെയ്യുമ്പോൾ അമ്പിടുന്ന സാധനം അമ്പ് അങ്ങനത്തെ അമ്പേരം അതാണ് മറ്റേ ഷീൽഡ്. പിന്നെ അമ്പു ഇങ്ങനെ ഉടണ സുഖം അമ്പ് വെക്കണ വെട്ടി ഇങ്ങനെയൊക്കെയാണ് കുതിരകളും യുദ്ധം ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ എങ്ങനെ ഇതുമൊക്കെ വിട്ടിട്ട് പുള്ള തോക്ക് കാണിച്ചോ. അന്നത്തെ കാലത്ത് കാലിലെടുത്താടാ. അന്നത്തെ കാലത്ത് സമ്മതിച്ചാണ്. കാരണം എന്താ പറയുക, അത്ര കനല ഡ്രസ്സൊക്കെ നടക്കുമ്പോൾ തന്നെ കൊല്ലുന്നു. ഡബിൾ ബാൻഡ് വാ. തോക്ക് ഇത് മൊത്തം മാസ്ക്, ഇത് കാലം കൊണ്ടുള്ള സാധനം. ആ മാസ്ക് തോക്ക് കവറും ഓട്ടോമൻ പിസ്റ്റൾസ് ബിക്കം കോമൺ ഇൻ ഇസ്ലാമിക് വേൾഡ്. തോക്കൊക്കെ വരൽ തുടങ്ങിയത് അന്നാ കാലത്താണ്. അത് പറയുന്നതൊക്കെ എങ്ങനെ ഈ തോക്ക് പോലും എത്ര അടിപൊളിയായിട്ട് അവർ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഡിസൈൻ വർക്കൊക്കെ നോക്കിയാൽ തോക്കുമ്പോൾ ഏതോ രാജാവിൻ്റെ ഡിസൈൻ നോക്കിയിട്ട് കാര്യമില്ല, കിട്ടിയാളെ കിടക്കും. അത് കത്തിയല്ലേ അല്ലേ? ഇങ്ങനെ വലിച്ചെടുക്കുന്ന ചെറിയ കത്തി, ഷേന കത്തി, മലപ്പുറം കത്തി ഇട്ടില്ല. മലപ്പുറം കത്തി. പക്ഷേ പാകിസ്ഥാൻ കത്തിയുണ്ട്. പാകിസ്ഥാൻ മീഡിയ പാകിസ്ഥാനോ ഇതാണ് മെയിൻ കത്തി, ചെറിയ കത്തി. ഇതാണ് ഞാൻ പറയണേ. ഇനി വേറൊന്നുണ്ട്. ഇനി വരുന്ന പെരുന്നാക്കെല്ലാം ട്രെൻഡാണെന്ന്. ഓ സീന് സാധനം. ബാഹുബലി സിനിമയിൽ കട്ട പോയി വെച്ച സാധനമല്ല. പക്ഷെ ഇങ്ങനത്തെ സംഗതി ഫുള്ള് ഇരുമ്പോട് ഉണ്ടാക്കിയ തുർക്കിയിലത്തെ തുർക്കിയിലത്തെ ഓട്ടോമൻ പീരീഡിൽ ഉണ്ടായിരുന്ന സാധനം. കുതിരന്റെ കവറാണ് കുതിരൻ്റെ സിന്നീസ്. പിന്നെ നമ്മളിവിടെ കണ്ടൊക്കെ വേട്ട പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇതൊന്ന് കാണിച്ചു കൊടുക്കും. ഇതിനെ വീട്ടില ഇതൊന്ന് സാധനടാ ചാനൽ ഇതൊന്ന് പറഞ്ഞു കൊടുക്കും. ഉപമിക്കല്ലേ വായിച്ചിട്ട് പറയാം. ഇത് ഇപ്പം നമ്മൾ കണ്ട സാധനങ്ങളൊക്കെ വേട്ടക്ക് പോകുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. പുലിനെ പിടിച്ചാൽ പോകണേ. അപ്പം ഇതെന്ന് വെച്ചാൽ ഇത് ഒരു കുന്തത്തിന് മരുന്ന് ചേർക്കുന്ന സാധനം. അത് സംഗതി ഇത് ഇപ്പം നമ്മളെ സ്റ്റോക്ക് ഇല്ല, അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഇതാണ് ഒറിജിനൽ സ്റ്റോക്ക്. കണ്ടിട്ടു എന്തോ സാധനം. ടൂൾ ബോക്സ്, കത്രിക, ചീപ്പ്, പണ്ടത്തെ ബാർബേഴ്സ് ഉപയോഗിച്ച സാധനം. അങ്ങനെ അത് എന്താ പറയാ, നല്ല രസമാണ്. ഇത് പെട്ടെന്ന് പറയാം കേട്ടോ. പെണ്ണുണ്ടോ? കണ്ട മനസ്സിലാവും. പല്ലൊക്കെ ഉണ്ട്. പെണ്ണുങ്ങളോ? ഇത് ഒറിജിനൽ ഡയമണ്ട്. ഷാഷ്കാസുമാണ്. ആർസണൽ ഓഫ് ഷാ സുൽത്താൻ അഹമ്മദ്, മെയ്ഡ് ഫോർ ഷാ സുൽത്താൻ അഹമ്മദിന് ഉണ്ടാക്കിയത്. ഇതിനാണ് ചായ. ഇതുകൊണ്ടൊക്കെ വെട്ടിയിട്ട് ആൾക്കാർ കൊല്ലൂലേ. നമുക്ക് എത്ര ചോര ഉണ്ടാവും.
എത്ര ചോറുണ്ട്? എത്ര ചോറുണ്ട്? സുൽത്താൻ ഗിഫ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ സുൽത്താൻ പണ്ട് ഉണ്ടാക്കിയ വരുന്ന ആൾക്കാരില്ലേ? അതാണ് സുൽത്താൻ പെണ്ണുങ്ങൾ. ചൊർക്കൊന്നുമില്ല. സുൽത്താൻ്റെ കയ്യിലെ കത്തി നോക്കണോ കള്ള ഇതെന്താ വെച്ചാലേ നിധി കിട്ടാറില്ലേ പെട്ടിയാണ് ഇതിനുള്ള നിറച്ച് നിധിയാണ്. ആ കിട്ടിയ നിധിയാണ് ആ കാണൊക്കെ. ഷാജഹാനെ ഔറംഗസീബില്ലേ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ടൈപ്പ് മാല. പക്ഷെ അതൊന്നും വരുന്നുണ്ട് കറക്റ്റ് ഉറുദു അറബിക്ക് കൊണ്ട് എന്ത് ചെയ്തി ഉറുദു മുഗൾ ഡൈനാസ്റ്റി ഡിസെൻഡഡ് ഫ്രം ദി ടോക്കോ മംഗൾ റൂളേഴ്സ് ഓഫ് സെൻട്രൽ ഏഷ്യ. ഞാൻ തൊടാൻ പറ്റുന്ന ഇല്ല തൊടാൻ പറ്റില്ല. ഇന്ത്യ മുഗൾ പീരീഡ് സാർത്തക് ടർബൻ ഓർണമെൻറ്റ് ടിക്ക ഫോർ ഹെഡ് ഓർണമെൻറ്റ് മലപ്പുറം കത്തി മുതൽ യൂറോപ്യൻ കത്തിയാണ് കേട്ടോ. തന്നെ മലപ്പുറം കത്തി മുതൽ യൂറോപ്പ് കത്തിയാണ് ഇതിൽ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തുടങ്ങാൻ തോന്നും. പക്ഷേ ഈ സമയം ഗ്ലാസ്സാണ്. ഇതൊക്കെ എത്ര ലക്ഷം മുതലാന്ന് പറയും. ലക്ഷം കൊടുത്താൽ കിട്ടുമോ? ഇതൊക്കെ ഇന്ത്യനാണ്. ഇതൊക്കെ നമ്മളെ ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മാരേജ് നെക്ലസ്. ഗോൾഡ് ഗ്ലാസ് സിൽക്ക് ഡയമണ്ട് ഒക്കെയാണ് ഈ കിടക്കാൻ. അന്ത കാലം അന്തപുരത്ത് അവിടെ പാട്ട് രാജാവിൻ്റെ കൂട്ട്. വെൽവെറ്റ് വിത്ത് മെറ്റാലിക് ത്രെഡ്സ് ആൻഡ് പോളിഷ്. ഇതൊക്കെ എങ്ങനെ ഉറങ്ങുന്നത്? ഉറങ്ങാടുന്നല്ലേ ഏതാടോ രാജാവ് കല്യാണത്തിന് പോകുമ്പോഴാണ് ഇടക്കിടക്ക് കല്യാണം ഉണ്ടല്ലേ? പുറത്തേക്കാണോ റോയൽ ആൽബം ഓഫ് ഷാജഹാൻ്റെ റോയൽ ആൽബം അന്ന് കാലത്ത് തുടങ്ങിയാണ് ആൽബം പരിപാടി. ഷാജഹാൻ ചക്രവർത്തിൻ്റെ അന്നത്തെ ആൽബത്തിലുള്ള ഒരു പേജാണിത്. ഫോട്ടോ വേറൊരു സംഗതി എന്താ ബൊമ്മേര് പറയാ. ഇത് പുലിൻ്റെ തലയല്ല ഇതേ ഉടലോ. മൈസൂര് നമ്മളെ മൈസൂർ ടിപ്പു സുൽത്താൻ്റെ കാലത്തുണ്ടായ സാധനങ്ങളാണ്. ഈ എനിക്ക് തോന്നുന്നത് ഇടിക്കട്ട പോലത്തെ സാധനം കൈമലിട്ട് കുത്താൻ. ഇടിക്കട്ട പെയർ ഓഫ് കാനൺ ബോസസ്. ടിപ്പു സുൽത്താൻ മൈസൂർ ടിപ്പു സുൽത്താൻ സെഞ്ചുറി കാനോണില്ലേ പീരങ്കി നമ്മൾ എന്തൊരു സാധനമാണ് ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞ അതന്നെ ഇടിക്കട്ട. അക്കൂര് നല്ലത് ഇന്ത്യൻ ഓഷ്യൻ ശേഖരിച്ച് അതായത് ലോകത്തിൻ്റെ പല സ്ഥലത്തു നിന്നും ശേഖരിച്ച സാധനങ്ങളാണ്. നമുക്ക് ഓരോ നോക്കിയാൽ ഇന്ത്യൻ ഗവൺമെൻറ് ഇത് നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ കേട്ടോ. കടലിൽ പെറുക്കിയൊക്കെ പൊട്ടിയിരിക്കുന്നു. ഇതെന്താ സാധനം? അതാണ് കൽക്കണ്ടം. സാധനമോ ഇതെന്താ ചോക്കോ ചിപ്പോ അടിയിലുണ്ട് ആട്ടം പറഞ്ഞ് കടലിൽ നിന്ന് കിട്ടുന്ന ഒരു സൈസ് വെള്ളമാണ്. നിമെന്നാണെന്ന് ചുണ്ടി ചുണ്ടാകുന്നില്ല. അത് പാത്രം വലിയ പാത്രം.
ഇവിടെ എന്തോ നോക്കുന്നുണ്ട് കാര്യമായിട്ട് പറയാം. ചൈനയിൽ ഉണ്ടാക്കിയ മാൻസ്ക്രിപ്റ്റാണ് ഖുറാൻ്റെ. ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ഉണ്ടോ ഈ വരിയും ഇതൊക്കെ വന്ന് ഹക്കത്തും ശുദ്ധും അതൊക്കെ വന്ന ഒരു കാലഘട്ടമാണ്. ഇതിലെ ഖുറാനാണിത്. എന്താ കാലത്ത് ഉണ്ടാക്കിയ എൻ്റെ ജ്യൂസ് തരം തിരിച്ച് കഴിയുമ്പോഴൊക്കെ വളരെ ഇതേ കുട്ടിയാണ്. ഈ മെഡൽ എന്ന് പറഞ്ഞ സംഭവം ഇപ്പോഴല്ല, എന്താ ഇതില്ലേ, ഇതിനാണ് പറയുക പതക്ക. അടക്കം പതക്കല്ല, പതക്ക. ഇത് ഇയറിങ്സ് ആണ്. ബീഡഡ് ചെയിൻസ് ഇയറിങ്സ് ആണ് ചെവിയിലുണ്ട്. ആരെന്നാണോ ഇയറിങ്സ് അല്ല ചെവിയിലിട്ടുള്ള സാധനമാണല്ലോ അല്ലേ? ഇതിപ്പോൾ ഇതാ born by women of high status, usually attached to a string of glass or carnelian beads, probably imported from India. അതായത് രാജകുടുംബത്തിനുള്ളിൽ പെണ്ണുങ്ങളുള്ള സാധനമാണ്. എന്താ ചെവിയുമ്പോൾ ഇങ്ങനെ ഇടണോ? ഇതിങ്ങനെ നടക്കുമ്പോൾ ചിരുമ്പോ ആൾക്കാർക്കറിയാം. ഈ ബോട്ടിൽ എന്തിനാ പേര്? ഇന്തോനേഷ്യ, സുമത്ര ബെൽറ്റും പറ്റുന്ന സാധനം. പക്ഷെ അത് നോക്കടാ അള്ളാഹ് രീതിയിലാണ് വെക്കുന്നത്. ഇങ്ങനെ സാധനം കണ്ടില്ലേ ഇന്നത്തെ രാജാക്കന്മാരൊക്കെ ആ സാധനം ഇങ്ങനെ എടുക്കുന്ന സാധനം. ഒരു പടം ഉണ്ടല്ലോ അവിടെ. പണ്ടത്തെ കച്ചവടമാണ്. കടലിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ട്. അതാണ് ഈ എസിൻ്റെ സൗണ്ട് ഇല്ലാത്തത്. പക്ഷെ ഇവിടുത്തെ ഇങ്ങനെ തണുപ്പ് പോയില്ല. ഒരു ഓട്ട പോലും കാണുന്നുണ്ട് നിലത്ത്. തണുപ്പ് വരുന്നത് ഇതാ കൂടാ അതിൻ്റെ കൂടെ വരുന്നില്ലേ? കടൽ